ഏക്കർ കണക്കിന് നെൽപ്പാടം പൂരപ്പറമ്പാകുന്ന കാലം. ആ ദേവസംഗമത്തിന് സാക്ഷിയാവാനെത്തുന്ന പുരുഷാരം. ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളുടെ പങ്കാളിത്തമല്ല, ഒന്നോ രണ്ടോ ദിവസത്തേതുമല്ല, 13 പൂരരാത്രികൾ, 24 ക്ഷേത്രങ്ങൾ ഒത്തുചേരുന്ന ദേവമേളയാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ. നാട്ടിടവഴികളിൽ കൊമ്പന്മാരുടെ ചങ്ങലക്കിലുക്കവും വലന്തല ചെണ്ടകളുടെ നാദവും ഉയരുന്ന കാലം. ഇരുപത്തിയെട്ട് ദിവസം മുൻപ് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരം നാട്ടുന്നതോടെയാണ് മേളയ്ക്ക് തുടക്കം. പിറ്റേന്ന് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം. 2 ദിവസം കഴിഞ്ഞ് പുലർച്ചെ 3-ന് തിരുവാതിര വിളക്ക്. പിന്നെ ദിവസങ്ങളുടെ ഇടവേളയിൽ പെരുവനം പൂരം, തറയ്ക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം. ഒരു ദേശമാകെ ഒരുക്കുന്ന പൂരക്കാലം. ഈ പെരുവനം ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 2ാമത്തെ ഹിന്ദു ഫെസ്റ്റിവലാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ. ഈ വർഷം ഇത് 1444ാമത്തെ പൂരങ്ങളാണ് ഞങ്ങളിവിടെ ആഘോഷിക്കുന്നത്. മഹാകുംഭമേള മാത്രമാണ് ഇതിലും പഴക്കം ചെന്ന ഒരു ഹിന്ദു ഫെസ്റ്റിവലായിട്ട് ഇന്നേ വരെ അറിയപ്പെട്ടിരുന്നത്. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് മധ്യ കേരളത്തിൽ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ 3 പൂരങ്ങളാണ് പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പൂരങ്ങളുള്ളത്. ഒന്ന് കുംഭമാസത്തിലെ പൂരം, അത് കുട്ടല്ലൂർ പൂരം. മീനമാസത്തിലെ പൂരം ആറാട്ടുപുഴ പൂരം. മേടമാസത്തിലെ പൂരം തൃശ്ശൂർ പൂരം. പെരുവനം ഗ്രാമം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയുടെ മുക്കാഭാഗം വരുന്ന അകമല മുതൽ കൊടുങ്ങല്ലൂർ വരെയും കുതിരാൻ മുതൽ തൃപ്പയാറും വരെയുള്ള പ്രദേശങ്ങളിൽ ഉള്ള ദേവീദേവന്മാർ എല്ലാവരും പെരുവനത്തെ ഇരട്ടയപ്പനെ 1500 കൊല്ലം മുമ്പ് മുടങ്ങിപ്പോയ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നവരാണ് ഈ ദേവീദേവന്മാർ. അതിൻ്റെ സ്മരണയിലാണ് ഈ പൂരം നടക്കുന്നത്. പക്ഷേ ഈ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ജൈവികമായിട്ടുള്ളൊരു അടിത്തറയാണ്. മറ്റു പല പൂരങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴും ഈ പൂരങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു ജൈവികമായിട്ടുള്ള അടിത്തറയുണ്ട്. ഇവിടുത്തെ ഈ പുതിയ ജനറേഷൻ ആളുകൾ വരെ പൂരത്തിൻ്റെ പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും അതേപോലെ തന്നെയാണ് തുടർന്നു പോകുന്നതും. ഈ പാരമ്പര്യം അതിൻ്റെ എല്ലാ തലത്തിലും കാണാം. ചടങ്ങുകളിലും ആചാരങ്ങളിലും മാത്രമല്ല, സംഘാടനത്തിലും ഈ പാരമ്പര്യം വളരെ ഭംഗിയായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന ആനച്ചമയങ്ങൾ, അത് ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള ആനച്ചമയങ്ങൾ മാത്രമാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മേളം എടുത്തു കഴിഞ്ഞാൽ മേളം സംഘടിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മേളങ്ങളാണ് ഇവിടെ കൊട്ടുന്നത്. എല്ലാവർക്കും പാണ്ടിമേളമുണ്ട്, പഞ്ചാരി മേളമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. പാണ്ടിമേളം കേമാണെങ്കിൽ പഞ്ചാരി മേളം ഹ്രസ്വമാവും, പഞ്ചാരി മേളം കേമാണെങ്കിൽ പാണ്ടിമേളം ഹ്രസ്വമാവും. ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ട് ഇത് മകീരം മുതൽ പെരുവനം ഗ്രാമത്തിലെ 24 ദേവീദേവ ക്ഷേത്രങ്ങളിലും ശാസ്താക്ഷേത്രങ്ങളിലും മകീരം പുറപ്പാട് തിരുവാതിര വിളക്കോടുകൂടി ആരംഭിക്കുന്ന ഈ ആഘോഷങ്ങൾക്ക് ഓരോ പ്രദേശത്തും കടലാശ്ശേരിയിലായാലും ആറാട്ടുപുഴയിലായാലും തൊട്ടിപ്പാളായാലും തെക്കാട്ടിശ്ശേരി ആയാലും എടക്കുന്നി ആയാലും ചക്കംകുളങ്ങര ആയാലും 24 ക്ഷേത്ര സങ്കേതങ്ങളിലും ആഘോഷങ്ങൾ മകീരം മുതൽക്ക് തുടങ്ങുന്നു, അത്തം കൊടികുത്തോടുകൂടി സമാപിക്കുന്നു. അവസാനമായി നടക്കുന്ന ദൈവിക ചടങ്ങ് ഗ്രാമബലിയാണ്. അത് ആറാട്ടുപുഴ ശാസ്താവും ചാത്തക്കുട ശാസ്താവ് തിരുളക്കാവ് ശാസ്താവിനോട് കൂടി നടക്കുന്ന ഗ്രാമബലി. ദേവീദേവന്മാർ ആറാട്ടുപുഴയിൽ 23 പേര് പങ്കെടുക്കുന്നു. ഇത്രയും ദേവീദേവന്മാർ ഒരുമിച്ച് പങ്കെടുക്കുന്ന വലിയൊരു ഗ്രാമോത്സവമാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ. ആറാട്ടുപുഴ ശാസ്താവ് പാണ്ടിമേളത്തോടും ചാത്തക്കുട ശാസ്താവ് ഊരകത്തമ്മതിരുടെയും ചേർപ്പ് ഭഗവതിയും പഞ്ചാരി മേളത്തോടെയും 4 പൂരങ്ങളാണ് നടവഴിയിൽ പ്രധാനപ്പെട്ട പൂരങ്ങളായിട്ടുള്ളത്. ഇപ്പോൾ പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ട് കഴിഞ്ഞിട്ടുള്ള എഴുന്നള്ളിപ്പും ഇപ്പോൾ അതിഗംഭീരമായിട്ട് പൂരമായി ആഘോഷിക്കുന്നു. 5 പൂരമായി മാറുകയാണ്.
വൈകുന്നേരം 4:30 മുതൽ പിറ്റേ ദിവസം 7:30 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ നടവഴിയിലെ പൂരങ്ങൾക്ക് മേളമാണ് പ്രധാനം. പെരുവനം പഞ്ചാരി പ്രശസ്തമാണ്. അതേസമയം പെരുവനം നടവഴിയിൽ പാണ്ടിമേളം കൊട്ടിയാലും അതിഗംഭീരം തന്നെയാണ്. അത് പെരുവനം നടവഴിയുടെ പ്രത്യേകതയാണ്. പെരുവനം നടവഴി പെരുവനം പൂരം നടത്താനായിട്ട് സൃഷ്ടിച്ചതാണ് പൂർവികർ. 7 ആന നിൽക്കാനും അതിനു മുമ്പിൽ 120 കലാകാരന്മാർ 15 ചെണ്ട മുമ്പിൽ കൊട്ടത്തക്ക വിധത്തിലാണ് പെരുവനം നടവഴി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ നടവഴിയിലെ എഴുന്നള്ളിപ്പ് കാണാൻ ലക്ഷണമൊത്ത ആനകളെ പെരുവനം നടവഴി എഴുന്നള്ളിക്കാറുള്ളൂ. അതുപോലെ തന്നെ ശ്രേഷ്ഠരായ മാരന്മാരാണ് മേളത്തിൽ പങ്കെടുക്കുക, അതിൻ്റെ പ്രമാണത്വം വഹിക്കുക. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ഉത്സവവും അല്ലെങ്കിൽ ഓരോ പൂരം ആളുകൾ കാണാൻ പോകുമ്പോൾ വിവിധ ഉദ്ദേശങ്ങൾ കൂടിയിട്ടിട്ട് പോവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്രാളിക്കാവ് പൂരം കാണാൻ പോകുന്ന ഒരാൾ വെടിക്കെട്ട് കാണുവാനാണ് ആൾക്കാർ പോവുക. അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കാണാൻ പോകുന്ന ഒരാൾ വെടിക്കെട്ട്, കുടമാറ്റം, അല്ലെങ്കിൽ ആനച്ചമയങ്ങൾ, ഭംഗിയുള്ള ആനകൾ, ഇതൊക്കെ കാണാനാണ് പോകുന്നത്. പക്ഷേ പെരുവനം ആറാട്ടുപുഴ പൂരം കാണാൻ വരുന്ന ഒരാൾ പ്രധാനമായും മേളങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി വരുന്നതാണ്. മേളങ്ങൾ തന്നെയാണ് ഈ പൂരങ്ങളുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. അത് പ്രധാന കാരണം ഈ പെരുവനം ഗ്രാമത്തിൽ ശക്തമായിട്ടുള്ളൊരു മേള പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മേളങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പഞ്ചാരി മേളം ഉടലെടുത്തത് തന്നെ ഈ പെരുവനം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള നടവഴിയിലാണ്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന രീതിയിലുള്ള പഞ്ചാരി മേളം ആദ്യമായി ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്നത്. 24 ക്ഷേത്രങ്ങളാണ് ഈ പൂരങ്ങളിൽ പങ്കെടുക്കുന്നത്. പല ക്ഷേത്രങ്ങളിലായിട്ട് ഒരു 23-24 പഞ്ചാരി മേളങ്ങൾ അരങ്ങേറുന്നുണ്ട്. പഞ്ചാരി മേളങ്ങളാണ് ഈ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ഈ 24 തലത്തിലുള്ള സ്ഥലത്ത് മേളങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ മേളങ്ങളൊക്കെ കേൾക്കാൻ വരുന്നവരിൽ അല്ലെങ്കിൽ ആസ്വദിക്കാൻ വരുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരേ ആസ്വാദകരാണ്, ഒരേ പ്രേക്ഷകരാണ് വരുന്നത്. പക്ഷെ ഓരോ മേളം കേൾക്കുവാൻ അവർ വരുമ്പോഴും അവർ ആകാംക്ഷാഭരിതരായിട്ടാണ്, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ പഞ്ചാരി മേളം ഇപ്പോൾ 96 അക്ഷരകാലമുള്ള പതികാലത്തിൽ നിന്ന് തുടങ്ങി 6 അക്ഷരകാലമുള്ള 5ാം കാലത്തിൽ കലാശിക്കുന്ന മേളങ്ങളാണ് എല്ലാ പഞ്ചാരി മേളങ്ങളും. ഒരേപോലെ കൊട്ടുന്ന മേളങ്ങളാണെങ്കിലും ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ വേദികളിൽ പോകുമ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലേവറാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഇത് പ്രധാന മേളങ്ങൾ പഞ്ചാരിയും പാണ്ടിയുമാണെങ്കിൽ അടന്തമേളം, അഞ്ചടന്ത മേളം, ചമ്പമേളമൊക്കെ ഇവിടെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് കൊട്ടുന്നുണ്ട്. ഒരു പൂരക്കാലം തീരുമ്പോഴേക്കും 20 കിലോമീറ്ററോളം നടന്നു തീർന്നിട്ടുണ്ടാവും കുത്തുവിളക്ക് പിടിക്കുന്ന വാര്യർ. തൈക്കാട്ടുശ്ശേരിയിലെ മാധവ വാര്യർ എന്ന 89കാരൻ 70 വർഷമാണ് കുത്തുവിളക്ക് പിടിച്ച് പൂരത്തിന് വഴികാട്ടിയത്. നാട്ടുവഴികളിലൂടെ ചെരുപ്പ് പോലും ധരിക്കാതെ നടക്കാറുള്ള ഇദ്ദേഹം പൂരം കഴിഞ്ഞ് വീട്ടിലെത്തി ഏറെ നേരം കൊണ്ടാണ് കാലുകളിൽ തറച്ച മുള്ളും ചില്ലും എടുത്തു മാറ്റാറുള്ളത്. പൂരം കാണാൻ ഇപ്പോഴും മാധവ വാര്യർക്ക് പ്രായം തടസ്സമല്ല. ഞാൻ 8 വയസ്സ് മുതൽ അതെ ചെറുപ്പം മുതൽ അമ്പലവും ഞാനും ആയിട്ട് വളരെ അടുപ്പാണ്. 8 വയസ്സ് മുതൽ വിളക്ക് പിടിക്കും. കാരണന്മാരുടെ കൂടെ എല്ലാ ക്ഷേത്രത്തിലും ദേവന്മാരും ഇവിടെ അവിടെയൊക്കെ പോകും. 14 വയസ്സ് മുതൽ കുത്തുവിളക്ക് പിടിക്കും. ചെരുപ്പ് ഞാൻ ഇടില്ല. അന്ന് കല്ലും മുള്ളൊക്കെ പൂരം കഴിഞ്ഞാൽ കുത്തി കളിയാങ്ങനെ പറ്റും. 10 ദിവസം രാത്രി ഊണ് ഓർക്കില്ല. എവിടെ പോയാലും സുഖമായിട്ട് ഊണ് വെച്ച് കടന്നുറങ്ങാം. പക്ഷെ ഞാൻ ചെയ്യില്ല. അമ്മയുടെ ഒപ്പം എന്നാണ് ഭരതം പറയും, മാധവരെ കാണണമെങ്കിൽ ഭഗവതി അവിടെ ചവരുന്നു. ശരിയാണ്. ഞാൻ അത്രയ്ക്ക് ഇതായിട്ടുണ്ട്. 40 കൊല്ലം ഉടമസ്ഥൻ്റെ സ്ഥാനം നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ 80 കൊല്ലം കഴിഞ്ഞു. പൂരം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ താല്പര്യം. മഠത്തിൽ നാരായണൻകുട്ടി മാരാർ എന്ന 92കാരൻ വെറും ഒരു മേളക്കാരനല്ല. 1998 വരെ അദ്ദേഹം ഇവിടെ കൊട്ടിയിരുന്നു. പൂരത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഇക്കൊല്ലവും പൂരത്തിൻ്റെ ആവേശം പങ്കിടാൻ അദ്ദേഹം നേരത്തെ എത്തി. ആറാട്ടുപുഴ ക്ഷേത്രം ഭാരവാഹികൾ പുടവയും ദക്ഷിണയും നൽകിയാണ് അദ്ദേഹത്തെ വരവേറ്റത്. മേളപ്രമാണികരായ പെരുവനം കുട്ടന്മാരാരും സതീശന്മാരാരും കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഈ മേളകലാകാരനെ വന്ദിച്ചു. മാരാർ എന്ന് പറയുമ്പോൾ മഠത്തിൽ നാരായണൻകുട്ടി മാരാർ എന്ന് പറയുമ്പോൾ ആ മാരാർ എന്നുള്ള വാക്കിന് പൂർണ്ണത വരുന്നത്
എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ്. പ്രമാണം മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ വിളക്കാചാരം, കേളി, പറ്റ്, ഉത്സവലി, പാണി, എല്ലാ ചടങ്ങുകളും, ഇടയ്ക്കൂറായാലും ശംഖുവിളി പൂജ തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് പൂർവികരുടെ കൂടെ നടന്ന് അവരുടെ ആ ഒരു അനുഗ്രഹത്തോടെ അത് പഠിക്കുകയും അത് പറഞ്ഞു തന്ന പോലെ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആചാര്യനായതുകൊണ്ടാണ് മളത്തിൽ നാരായണൻകുട്ടിമാരാർന്ന ആ പേരിന് പൂർണ്ണത. അദ്ദേഹം നല്ലൊരു മേള കലാകാരനാണ്, നല്ലൊരു തായമ്പ കലാകാരനാണ്. തിരുവല്ലാമല കൊയ്ന്തൽ സ്വാമിയുടെ ശിഷ്യനായി തായമ്പകയിൽ ഉപരിപഠനം നടത്തി നമ്മുടെ മേഖലയിൽ പെരുവനം, ആറാട്ടുപുഴ പൂരങ്ങൾ, തൃശ്ശൂർ പൂരമടക്കം കേരളത്തിലെ തൃപ്പൂണിത്തുറ മുതൽ ഇരിഞ്ഞാലക്കുടയും ഗുരുവായൂരും കോഴിക്കോടും എല്ലാം അച്ഛൻ്റെയും മറ്റ് സീനിയർ കലാകാരന്മാരുടെയും പെരുവനം നാരായണമാരാർ മുതലുള്ള കലാകാരന്മാരുടെ ഒപ്പം സഞ്ചരിച്ച് പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ഏക കലാകാരനാണ് ശ്രീ മടത്തിൽ നാരായണൻകുട്ടിമാരാർ. ആറാട്ടുപുഴ പെരുവനം പൂരങ്ങളുടെ മറ്റൊരു വിശേഷ മന്ദാരം കടവിലെ ആറാട്ടാണ്. പൂരം കഴിഞ്ഞ് അർദ്ധരാത്രി മുതൽ 9.5 മണിക്കൂർ നീളുന്നതാണ് ആറാട്ട്. 11 ദേവിമാരും തേവരുമാണ് ആറാടുക. തൃപ്രയാർ ക്ഷേത്രത്തിലെ തേവരാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ നെടുനായകത്വം വഹിക്കുക. 15 കിലോമീറ്റർ അകലത്തിലാണ് തൃപ്രയാർ ആറാട്ടുപുഴ ക്ഷേത്രങ്ങൾ. പള്ളിയോടത്തിൽ തേവർ പുഴയുടെ അക്കരെ കടന്ന് ആനപ്പുറത്താണ് പൂരത്തിനെത്തുന്നത്. കൂടെ ദേശക്കാർ നടക്കാനുണ്ടാവും. ഇടവഴികളിലും പറമ്പുകളിലും പാടങ്ങളിലും തേവരെ വരവേൽക്കാനും നാട്ടുകാരുണ്ടാവും. പുറപ്പാട് കഴിഞ്ഞാൽ സാധാരണ ഈ കരയിൽ പടിഞ്ഞാറക്കരയിൽ ആറാട്ടും അതുപോലെ പിന്നെ പറവെപ്പ് സ്വീകരണം കഴിഞ്ഞാൽ പിന്നെ അക്കരെ കിടക്കുകയാണ് ചെയ്യുക. അതായത് തേവരുടെ സ്വന്തം പള്ളിയോടത്തിൽ പുണ്യനദിയായിട്ടുള്ള തീവ്ര നദിയിലൂടെ അക്കരെ കിടക്കുകയാണ് ചെയ്യുക. ഈ അക്കരെ കിടക്കുന്ന ഇത്രയും പ്രകൃതിയും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യവും ഉള്ളൊരു സങ്കല്പം വേറെ ഉണ്ടാവില്ല. ഇത്രയും പ്രാധാന്യം ഉണ്ട് അതിന്. അതിനുശേഷം ആനപ്പുറത്ത് ആണ് വിവിധ ആറാട്ടുകടവിലേക്ക് ഭഗവാൻ എഴുന്നള്ളുന്നത്. ഇവിടെ വലിയ ഉത്സവ അന്തരീക്ഷം അരങ്ങേറുകയും അതുപോലെ തന്നെയുള്ള ചിട്ടവട്ടങ്ങളും അതുപോലെ തന്നെ അലങ്കാരങ്ങളും ഒരു വലിയ ഉത്സവത്തിൻ്റെ അന്തരീക്ഷം തന്നെയാണ് നമുക്ക് ആ സമയത്തൊക്കെ കാണാൻ കഴിയുക. ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ചകളും വിപുലമായ താന്ത്രിക ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഓരോ വീടിന് മുന്നിലും നിലവിളക്കും നിറപറയും കത്തിച്ച് വെച്ചുകൊണ്ട് പറ നിറച്ചുകൊണ്ട് അദ്ദേഹത്തെ എതിരേറ്റ് അദ്ദേഹത്തിന് വേണ്ട വരവേൽപ്പ് കൊടുക്കുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ച തൃപ്രയാറ് അതിനോട് ബന്ധപ്പെട്ട ദേശത്ത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത്രയും രാജകീയമായ വരവേൽപ്പാണ് തൃപ്രയാർ തേവർക്ക് ഇവിടെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഇവിടുത്തെ മേൽശാന്തിയും അതുപോലെ തന്ത്രി മുഖ്യന്മാരുമാണ് നേതൃത്വം നൽകുന്നത്. ശ്രീരാമസ്വാമി പുഴ കടക്കുന്ന സമയത്ത് ആ പുണ്യനദിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ പുണ്യനദി പോലും നിശ്ചലമായി നിൽക്കുന്ന പറയാം. അപ്പം അത്രയും ദേവലോകവും എല്ലാ 33 കോടി ദേവീദേവന്മാരും പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു ശുഭമുഹൂർത്തമാണ് ഈ പുഴ കടക്കൽ. അതിൻ്റെ ഒരു പ്രത്യേകത ഭാരതത്തിൽ വേറെ എവിടെയില്ല. ആ ഒരു പ്രത്യേകത വേറെ എവിടെയും കാണില്ല. തൃപ്രയാർ തേവരുടെ പൂരം പുറപ്പാട് എന്നുള്ള ചടങ്ങ്. അപ്പോൾ ഒരു പുറപ്പാട് എന്ന് പറയുമ്പോൾ ഒരു ചക്രവർത്തി ഭാവത്തോട് ഞാൻ പുറപ്പെടുകയാണ്, എന്നോടൊപ്പം ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണം എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പുറപ്പെട്ട് നഗരങ്ങൾ എല്ലാ സ്വന്തം വീതിയിലൂടെ സഞ്ചരിച്ച് ആറാട്ടും പറ വെച്ചുള്ള സ്വീകരണവും ഭക്തരുടെ സങ്കടങ്ങളും എല്ലാം അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. അതുപോലെ പുറപ്പാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേവർക്ക് എല്ലാ ദിവസവും 2 ആറാട്ട് വെച്ചാണ്. ഒന്ന് ഉഷപൂജ കഴിഞ്ഞിട്ട് ഒരു ആറാട്ട്, ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഒരു ആറാട്ട്. അങ്ങനെ 2 ആറാട്ടാണ് സാധാരണ എല്ലാ ദിവസവും വരുന്നത്. അതേപോലെ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് വിട്ടിട്ട് ഒരു യാത്ര ഉഷപൂജ കഴിഞ്ഞ് പോയി വന്നു കഴിഞ്ഞാൽ എല്ലാ പൂജകളും എപ്പോഴാണ് ഇവിടുന്ന് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൂജകളെല്ലാം വേണം, ഒന്നും മുടങ്ങാൻ പാടില്ല. അത്രയും പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കുള്ളത്. അപ്പോൾ ഈ പുറപ്പാട് സമയത്ത് ദേവനെ ഉച്ച സമയത്ത് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന പ്രത്യേകതയാണ് ഈ പുറപ്പാടെന്ന് പറയാം. അപ്പോൾ ആ സമയത്തിന് പ്രാധാന്യമുണ്ട്. ആ പുറപ്പെട്ട് മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച് ബ്രാഹ്മണ്യപ്പാട്ടോടുകൂടി അത് കഴിഞ്ഞിട്ടാണ് ദേവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് സേതുകുളത്തിൽ ആറാട്ട്. പൂരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പുറപ്പാടും ദിവസവും ഉത്രമിളക്കിൻ്റെ ദിവസവും ഒരേ കുളത്തിലാണ് ആറാട്ട്. അങ്ങനെ അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പുറപ്പാട് സമയത്ത് ഈ ചടങ്ങുകൾ കാണാൻ കൂടൽമാണിക്യസ്വാമിക്ക് വന്ന് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉത്രമിളക്ക് എന്ന ചടങ്ങ് പുറപ്പാടിൻ്റെ അതേപോലെ തന്നെ വേണമെന്നാണ് നിഷ്കർഷിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടൽമാണിക്യസ്വാമിക്ക് വേണ്ടിയിട്ടാണ് ഉത്രമിളക്ക് നടത്തുന്നത്. അപ്പോൾ ഒരേപോലെ ചടങ്ങുകൾ ഇതേപോലെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു ക്ഷേത്രം ഭാരതത്തിൽ വേറെ ഉണ്ടാവില്ല. അത്രയും പ്രത്യേകതകളെ കൊണ്ട് നിറഞ്ഞതാണ് തൃപ്രയാർ ക്ഷേത്രം.
നമ്മളിലേക്ക് പൂരത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്, ആഘോഷങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള ഒരുപാട് മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന പോലെയുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഇതിൻ്റെ കാതലായ ഐതിഹ്യം തന്നെ തൃപ്പറയാർ തേവർ ഗുരുനാഥനായിട്ടുള്ള ആറാട്ടുപുഴ ശാസ്താവിനെ കാണാൻ വരുന്നതാണ് ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഒരു പ്രധാന ഐതിഹ്യം തന്നെ. ശിഷ്യൻ ഗുരുവിനെ കാണാൻ വരുന്നതാണ്. അപ്പോൾ ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ തീവ്രതയാണ് ആ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് പ്രത്യേകിച്ച് കണ്ടു കിട്ടുന്നത്. അതേപോലെ തന്നെ ചക്കംകുളങ്ങര ശാസ്താവ് തൃക്കൂർ അമ്പലത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഒരേ പീഠത്തിലിരുത്തി പൂജയും കാര്യങ്ങളുണ്ട്. അവിടെ പിതാവും മകനും തമ്മിലുള്ളൊരു ബന്ധം. ഇപ്പോൾ തൊട്ടിപ്പാൾ പൂരം കഴിഞ്ഞാൽ അവിടെ ചാത്തക്കുളം ശാസ്താവും തൊട്ടിപ്പാൾ ഭഗവതിയും തമ്മിൽ കാപ്പ് കെട്ടുണ്ട്. അവിടെ സഹോദര ബന്ധം നിലനിൽക്കുന്നുണ്ട്. തിരുവള്ളക്കാവിൽ നിന്ന് ഒരു യാത്രയുണ്ട്. തിരുവള്ളക്കാവും ചാത്തക്കുളം തമ്മിൽ ഒരുമിച്ച് ഒരാനപ്പുറത്ത് അവിടെയും വളരെ ആത്മബന്ധമാണ് നിലനിൽക്കുന്നത്. ഒരു മനുഷ്യന് ഉത്തമമായിട്ടുള്ള ജീവിത മാതൃകയാണ് ഈ പൂരങ്ങളൊക്കെ. ഇനി കടുപ്പശ്ശേരി ക്ഷേത്രമുണ്ട്. കടുപ്പശ്ശേരി ക്ഷേത്രത്തിൽ പെരുവനം പൂരത്തിനും ആറാട്ടുപുഴ പൂരത്തിനും പുറപ്പെടുന്നതിനേക്കാളും മുമ്പ് അവിട്ടത്തൂർ ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ശിവഭഗവാനാണ്, ശിവക്ഷേത്രത്തിൽ. അപ്പോൾ ഭർത്താവിൻ്റെ സ്ഥാനമാണ് അവിടെ. അവിടെ ചെന്നിട്ട് പട്ടും വളയും വാങ്ങിയിട്ടാണ് ഈ പൂരങ്ങൾക്ക് പുറപ്പെടുക. കടുപ്പശ്ശേരി ഭഗവതി ഇവിടെ എത്തില്ല എന്നുണ്ടെങ്കിലും പുതുക്കാട് ഇറക്കി എഴുന്നള്ളിക്കുള്ളൂ. പക്ഷേ ഈ പൂരത്തിന് വരണോ എന്നുള്ള ഒരു പ്രതീതിയോട് കൂടിയിട്ടാണ് അവിടെ ചെന്ന് പട്ടും വളയും വാങ്ങേണ്ടത്. ആറാട്ടുപുഴയ്ക്ക് എത്തുള്ളൂ. പൂരത്തിന് മാത്രമേ വരുന്നുള്ളൂ. ആറാട്ടുപുഴ പൂരത്തിന് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രത്യേകത എന്താണെങ്കിൽ ഒരു ഉത്തമനായിട്ടുള്ള മനുഷ്യന് ഒരു ഉത്തമമായിട്ടുള്ള ജീവിത മാതൃകയാണ് ഈ പൂരങ്ങൾ ഓരോ വർഷവും കാണിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പൂരത്തിൻ്റെ ഓരോ പൂരങ്ങൾ കഴിയുമ്പോഴും, ഇപ്പോൾ പെരുവനം പൂരത്തിൻ്റെ കാര്യങ്ങൾ കഴിയുമ്പോഴും ഏറ്റവും അവസാനം എന്താ, ചേർപ്പ് ഭഗവതിയും ആറാട്ടുപുഴ ശാസ്താവും തമ്മിലുള്ള ഉപചാരമാണ്. ആറാട്ടുപുഴയിൽ എന്താ, ചേർപ്പ് ഭഗവതിയും ഊരകത്തമ്മ തിരുവടിക്കും 7 കണ്ടം വരെ 5 ഉപചാരം, തേവർക്ക് 7 ഉപചാരം. അങ്ങനെ ഉപചാരങ്ങളൊക്കെ കൊടുത്തിട്ടാണ് യാത്രയാക്കലും വരവ്. ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണ അതേ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പൂരമായിട്ട് ഉള്ള കാര്യങ്ങൾ. ഇത്രയ്ക്ക് പഴമ, അതായത് ഈ പൂർവികർ 1443 വർഷം മുമ്പ് ഈ പൂരം ചിട്ടപ്പെടുത്തുമ്പോൾ അവിടെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിട്ടുണ്ടാവും. ഇത് മനുഷ്യന് ഉത്തമമായിട്ടുള്ള ഒരു ജീവിത മാതൃകയാവണം എന്നുള്ളത്. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ പൂരക്കാലം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതുള്ളത്. എല്ലാ കാർഷിക വിളവെടുപ്പിന് ശേഷമാണ് പൂരം. അത് നല്ല സമയത്ത് ആണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പൂരങ്ങൾ മനുഷ്യന് ബുദ്ധിമുട്ടില്ലാത്ത തലത്തിൽ പകലല്ല, അത് രാത്രി 6 മണിക്ക് ശേഷം വെളുപ്പം കാലാകുമ്പോഴേക്കും കഴിയുന്ന രീതിയിലാണത് സംവിധാനം ചെയ്തിട്ടുള്ളത്. വളരെ ദീർഘദൃഷ്ടിയോടുകൂടി പഴയ കാലത്തെ കാരണവന്മാരെ ചെയ്തിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിൻ്റെ പ്രധാന ഭാഗമാണ് ആറാട്ട്. പൂരം പുറപ്പാട് മുതൽ അത്തം കൊടിക്കുത്ത് വരെ ഭഗവതി ക്ഷേത്രങ്ങളിലും തേവർക്കും ആറാട്ടുണ്ട്. ആ ആറാട്ടിൻ്റെ ക്ലൈമാക്സാണ് ഈ കാണുന്ന മന്ദാരംകടവിൽ വെച്ച് ഉണ്ടാകുന്നത്. മന്ദാരംകടവിലെ തേവർക്കും ഊരകത്തമ്മ തിരുവടി, ചേർപ്പ് ഭഗവതി, അന്തിക്കാട് ഭഗവതിമാർക്ക് മണ്ഡപം പൂട്ടാനുള്ള അവകാശമുണ്ട്. ഇവിടെ കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞാലാണ് തേവരും ഭഗവതിമാരും ആറാട്ടിനെത്തുക. പൂരം അർദ്ധരാത്രി മുതൽ ഈ കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് സങ്കല്പം. ഏറ്റവും ആദ്യം ആറാടുന്നത് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയാണ്. വിഷഹാരിണിയായ ഭഗവതി രാത്രി 12:30 ആറാടും. ഈ പുഴ വിഷമാലിന്യം മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിഷഹാരിണിയായിട്ടുള്ള ഭഗവതി ഏറ്റവും ആദ്യം ആറാടുന്നത്. ആ ആറാട്ട് മുതൽ 12 ഭഗവതിമാരുടെ ആറാട്ടുണ്ട് ഈ കടവിൽ. ഏറ്റവും അവസാനത്തെ ആറാട്ട് തേവരും ഊരകത്തമ്മ തിരുവടിയും കൂടിയിട്ടുള്ള ആറാട്ടാണ്. ഇത്രയും സമയം നീണ്ടു നിൽക്കുന്ന ഒരു ആറാട്ടും ഇത്രയും ദേവിമാരും തേവരും കൂടി ആറാടുന്ന ഒരു ആറാട്ടും ഈ ഭൂലോകത്തിലുണ്ടാവില്ല. അത്രയ്ക്കും വലിയ പുണ്യസങ്കേതമാണ് ഇവിടെ. ഈ പൂരമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ആറാട്ട്. ആ ആറാട്ടിൽ നിരവധി ഭക്തർ ആറാടി നിർവൃതി അടയുന്നത്. അങ്ങനെയുള്ള ഒരു പുണ്യസങ്കേതത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 150ഓളം മീറ്റർ നീളമുണ്ട് ഈ മന്ദാരക്കടവിന്. അത്രയും ഭക്തരെയാണ് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുക. ഈ പുഴ കരുവന്നൂർ പുഴയാണിത്. ചിമ്മിനി അതുപോലെ തന്നെ പീച്ച് ഡാമുകളിൽ നിന്നുള്ള ജലസ്രോതസ് വഴി മണലി, കുറുമാലി പുഴകൾ സംഗമിച്ചിട്ടാണ് ഈ കരുവന്നൂർ പുഴ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടാവുന്ന ഒരു സംഭവം, ചേർപ്പ് ഭഗവതിയുടെ ഒരു എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് അവിടെ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ആറാട്ടുപുഴ ശാസ്താവും ചേർപ്പ് ഭഗവതിയും തമ്മിലുള്ള ഉപചാരമുണ്ട്. വടക്കേ നടക്കുന്നത് തന്നെയാണ് തുടങ്ങുക. അങ്ങനെ തുടങ്ങി ഇവിടെ വെച്ച് അവസാനിക്കും.
പെരുവനം പൂരത്തിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറാട്ടുപുഴ ശാസ്താവും ചേർപ്പ് ഭഗവതിയും കൂടിയിട്ടുള്ള ഒരു ഉപചാരമാണ്.